ഔസേപ്പിന്റെ ഒസ്യത്തിനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. ഈ സിനിമയുടെ ആദ്യത്തെ ഒരു 6-7 മിനിറ്റ് എനിക്ക് മിസ്സായിട്ടുണ്ട്. കാരണം ഞാൻ ആദ്യം ബുക്ക് ചെയ്ത തിയേറ്ററിൽ ഷോ ക്യാൻസലായി. പിന്നെ അടുത്ത തിയേറ്ററിലേക്ക് ഓടിയെത്താനുള്ള ഒരു സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സിനിമയുടെ നെഗറ്റീവ്സ് എന്ന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഈ ആദ്യത്തെ കുറച്ച് മിനിറ്റുകൾ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്ന ഒരു കാര്യമൊന്നും മനസ്സിൽ വെച്ചേക്കണേ. എന്തായാലും അത് ഞാൻ ഒന്നുകൂടി പോയി കാണും. കാരണം ഈ സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ രണ്ടാമത് കാണാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ശരത്ചന്ദ്രൻ ആർജെ സംവിധാനം ചെയ്ത, ഫസൽ ഹസൻ തിരക്കഥയൊരുക്കിയ, ദിലീഷ് പോത്തൻ, കലാഭവൻ ഷാജോൺ, കനി കുസൃതി, വിജയരാഘവൻ തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് റിലീസായിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഔസേപ്പിന്റെ ഒസ്യത്ത്. ഈ സിനിമയുടെ പോസിറ്റീവ് ഘടകങ്ങളെ കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ, സ്ലോ പേസിൽ പോകുന്ന സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ തന്നെയാണ്. പക്ഷെ വളരെ ശക്തമായ പ്രകടനങ്ങളും അതുപോലെ ചില മൊമെന്റ്സ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതും എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. എനിക്ക് കൊടുത്ത കാശിന് വർത്ത് ആയിട്ട് തോന്നി. പക്ഷേ എല്ലാവരോടും, മക്കളെ നിങ്ങളെല്ലാം ധൈര്യമായിട്ട് പോയി കണ്ടോ എന്ന് പറയാൻ തക്കവണ്ണമുള്ള ഒരു കൊമേഴ്ഷ്യൽ അച്ചാറിടൽ പരിപാടി ഈ സിനിമയിൽ നടന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്നെ സംബന്ധിച്ച് ഒരു വൺ ടൈം വാച്ചബിൾ, കുഴപ്പമില്ലാത്തൊരു അനുഭവം എന്ന രീതിയിലാണ് സിനിമ അനുഭവപ്പെട്ടത്. പോസിറ്റീവ് ഘടകങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒന്നാമത്തെ പോസിറ്റീവ് ഇതിൻ്റെ വിഷ്വൽ സൈഡാണ്. വളരെ ഗംഭീരമായിട്ട് അവരതിൻ്റെ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ഏലത്തോട്ടം, അവിടുത്തെ കുറച്ച് മനുഷ്യർ, അവരുടെ പല ഘട്ടങ്ങളിലൂടെ അവർ കടന്നു പോകുന്ന കുറേ കാര്യങ്ങൾ. അപ്പോൾ ആ പ്രകൃതിയെ കാണിക്കണം, മനുഷ്യരുടെ ഇമോഷൻസിനെ കാണിക്കണം. ഇത് രണ്ടും എങ്ങനെ ഇത്ര തണുത്തുറഞ്ഞതായി നിൽക്കുന്നു എന്ന് വെച്ചാൽ വളരെ ഊഷ്മളമായ സ്നേഹവും സാഹോദര്യവും ഒരുപാട് കാര്യങ്ങൾ ഇവർക്കിടയിലൊക്കെ ഉണ്ട്. പക്ഷേ അതിനൊക്കെ മൂടി നിൽക്കുന്ന ഒരു തണുപ്പുള്ള അല്ലെങ്കിൽ വളരെ കോൾഡ് ആയിട്ടുള്ള ഒരു കാലാവസ്ഥയുണ്ട്. അതിനെ വളരെ വ്യക്തമായി അവർക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഉത്തമ ഈ കഥയ്ക്ക്, കഥാപാത്രങ്ങളുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റിന്, കഥ പറച്ചിൽ രീതിക്ക്, അതിൻ്റെ ഇമോഷൻസിന് ഒക്കെ വിഷ്വൽ ഒരു വലിയ സഹായമാണ്. രണ്ടാമത്തെ പോസിറ്റീവ് ഇതിൻ്റെ മ്യൂസിക് സൈഡാണ്. മ്യൂസിക് സൈഡ് എന്നല്ല, ഞാൻ ഇതിൻ്റെ ഒരു ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റിനെ മൊത്തത്തിൽ പറയും. വളരെ രസമായിട്ട് ആ ആംബിയൻ നോയ്സ്, ഇവർ ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നൊരു ചെറിയ സ്ഥലമുണ്ട്, അവിടെ നിന്ന് കുളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വെള്ളം ഒഴുകുന്ന സൗണ്ടാണ്. നമ്മൾ സംസാരിക്കുമ്പോഴും വെള്ളം ഒഴുകുന്ന ശബ്ദമായിരിക്കും ഏറ്റവും ഹൈയിൽ നിൽക്കുക. പക്ഷേ ഡയലോഗ് എല്ലാം നമുക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കുമല്ലോ. അതേപോലെ തന്നെ ഒരുപാട് ഇടങ്ങളിൽ ഈ സൗണ്ടിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് എനിക്ക് വളരെ നല്ലതായിട്ട് അനുഭവപ്പെട്ടു. ഈ ലെന ദിലീഷ് പോത്തനായിട്ട് വഴക്കിടുന്ന ഒരു സീക്വൻസിൽ ഈ ലെനയുടെ ദേഷ്യം എന്താണെന്നുള്ളത് ഇവർ സൗണ്ടിലാണ് കാണിക്കുന്നത്. അതായത് മറ്റേ പാത്രങ്ങളൊക്കെ തട്ടിമുട്ടിയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വേരിയേഷൻ ഉണ്ടല്ലോ. ഭക്ഷണം കഴിക്കാനിരിക്കുന്ന മുറിയിൽ നിന്ന് മറ്റേ സൗണ്ട് കേൾക്കുന്നതും അതുവഴി കമ്മ്യൂണിക്കേറ്റ് ആവുന്നൊരു എലമെൻ്റ് ഉണ്ട്. അത് വളരെ റിലേറ്റബിളായി സൗണ്ട് ഗംഭീരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. VP മോഹൻദാസ് ആണ് ഇതിൻ്റെ സൗണ്ട് ഡിസൈനിങ് ചെയ്തിട്ടുള്ളത്. മ്യൂസിക്, പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പാട്ടുകൾ എനിക്ക് അങ്ങനെ പുറത്തിറങ്ങിയിട്ട് കേൾക്കണം എന്നുള്ള ഒരു തോന്നലിലേക്ക് എന്നെ എത്തിച്ചിട്ടില്ല. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അക്ഷയ് മേനോനാണ് അത് നിർവഹിച്ചിട്ടുള്ളത്. പിന്നെ പറയേണ്ടത് പ്രകടനങ്ങളാണ്. വിജയരാഘവൻ ആസ് യൂഷ്വൽ മനോഹരമായി അയാൾ കിട്ടിയ കഥാപാത്രത്തിനെ ഡെലിവർ ചെയ്തിട്ടുണ്ട്. ഈ ഔസേപ്പിൻ്റെ ഒസ്യത്ത് എന്ന് പറഞ്ഞ ആ ഒരു കഥയുടെ പേരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട്, ഒസ്യത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ സ്വത്ത് കൈമാറ്റം ചെയ്യുന്ന ആ ഒരു വിൽപ്പത്രം എന്നുള്ളൊരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് ഹാഫിന് ശേഷം എന്തായിരിക്കും സംഭവിക്കാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ അതിലൊരു ട്വിസ്റ്റ് എന്തായിരിക്കും എന്നുള്ളത് ടൈറ്റിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് വളരെ പ്രെഡിക്റ്റബിളായി പോകുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ആൻഡ് ഈ ടൈറ്റിലുള്ള കഥാപാത്രമാണെങ്കിലും സിനിമയിൽ വളരെ കുറച്ച് മാത്രമാണ്. അതായത് ഇപ്പം ദിലീഷ് പോത്തനെയും കലാഭവൻ ഷാജോണിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ സിനിമയിൽ വളരെ കുറച്ച് സമയം മാത്രമാണ് വിജയരാഘവനുള്ളത്. പക്ഷേ അദ്ദേഹം ഉള്ള സമയം ആ ക്യാരക്ടറായിട്ട് ഔസേപ്പ് ഈ പറയുന്ന നടത്തത്തിലും സംസാരത്തിലും ഒക്കെ അദ്ദേഹം വളരെ ഗംഭീരമായി മറ്റ് കഥാപാത്രങ്ങളിലൊക്കെ മുഴുകി അഭിനയിക്കുന്നത് പോലെ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ദിലീഷ് പോത്തനും കലാഭവൻ ഷാജോണും, ഇവർ രണ്ടുപേരുമാണ് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും ഇമോഷൻസ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്ന ദേഷ്യം, പക്ഷേ എത്ര ദേഷ്യം കാണിച്ചു കഴിഞ്ഞാലും കൂടപ്പുറപ്പ് വന്നേ, അങ്ങനെ വിട്ടുകൊടുക്കാനോ ഒറ്റ കൊടുക്കാനോ ഒന്നും പറ്റില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു ഇമോഷൻ അവിടെ കിടപ്പുണ്ട്. ആൻഡ് ഇത് പറഞ്ഞ സ്പോയിലറായി പോകും, എന്നാലും പറയാണ് ഈ സഹോദര സ്നേഹം എന്ന് പറയുന്ന എലമെൻറ്റിനെ ജീവിത സാഹചര്യങ്ങളൊക്കെ കൊണ്ടുണ്ടാകുന്ന കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഇവർ രണ്ടുപേരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഷാജോൺ ഈ അടുത്ത കാലത്തായി അദ്ദേഹം ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അയാൾ വേറൊരു ലീഗിൽ, വേറൊരു ജേണിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അയാൾ എവിടെയൊക്കെയോ ഇനിയും വലിയ ഹൈറ്റ്സിൽ എത്തിച്ചേരാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണ്. അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം സെലക്ട് ചെയ്യുന്ന വേഷങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിഗംഭീരമായിട്ട് ആ ക്യാരക്ടറിനെ, ഈ പറയുന്ന കർക്കശക്കാരനായ ഒരു പോലീസുകാരനുണ്ട്, അനിയനെ പൊന്നുപോലെ സ്നേഹിക്കുന്ന ഒരാളുണ്ട്, ചേട്ടനെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും നോക്കി കാണുന്ന ഒരാളുണ്ട്. അതേപോലെ തന്നെ ദിലീഷ് പോത്തനിലേക്ക് വരുമ്പോൾ, ദിലീഷ് പോത്തനാണ് ഈ സിനിമയിലെ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിലെ മെസ്സി എന്ന് പറയുന്നത് ദിലീഷ് പോത്തനാണ്. ഈ സിനിമയിലെ നമ്മൾ ഫോട്ടോയിൽ മാത്രം കാണുന്ന, ഇനി ഞാൻ മിസ് ചെയ്ത ആദ്യത്തെ 6-7 മിനിറ്റിൽ ഇവരുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല, ഫോട്ടോയിൽ മാത്രം കാണുന്ന ഒരു അമ്മ കഥാപാത്രമുണ്ട്. ഈ എൻറ്റയർ സിനിമയിൽ ആ അമ്മയെ നമുക്ക് ഫീൽ ചെയ്യും, ആ അമ്മയെ നമുക്ക് മിസ് ചെയ്യും. അത് ഇവരുടെ ഡയലോഗ്സിലൂടെയും ഇവരുടെ ഇമോഷൻസിലൂടെയും ഇവരുടെ പ്രകടനത്തിലാണ് ഈ സാധനം ഇരിക്കുന്നത്. അപ്പോൾ ദിലീഷ് പോത്തൻ ഷാജോണിനോട് അമ്മയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. എൻ്റെ മോനെ, എന്ത്
എന്ത് രസമായിട്ടാണ്. അതായത് ഈ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കുറേ സിനിമകളിലുണ്ടാവും കേട്ടോ. ചിലപ്പം ഈ നാട്ടുകാർ മുഴുവൻ എടുത്ത് എയറിലാക്കുന്ന സിനിമയിൽ പോലും ചില മൊമെൻറ്റുകളുണ്ടാവും ഗംഭീരമായിട്ട് അവർ ചെയ്തു എന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ നമുക്ക് മാർക്ക് ചെയ്യാവുന്നൊരു ഭയങ്കര രസമുള്ളൊരു ഇതായിരുന്നു. ഒട്ടും ഓവറാക്കിയില്ല, എന്നാൽ ഒട്ടും താഴോട്ട് പോയിട്ടില്ല. ആ ക്യാരക്ടറിൽ നിന്നുകൊണ്ട് ആ ഹൈലി ഇമോഷണൽ ഒരു സാധനമൊക്കെ ദിലീഷ് പോത്തൻ ഡെലിവർ ചെയ്യുന്നത് ഗംഭീരമാണ്. കനി കുസൃതി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട. സാധാരണ ഈ പോലീസുകാർ അന്വേഷണത്തിന് വരുമ്പോൾ എടുപിടി എന്ന് പറഞ്ഞിട്ട് ഞാനാണ് ഈ ലോകത്തെ ഏറ്റവും ബുദ്ധിമാൻ എന്ന് പറയുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ. പക്ഷേ കനി കുസൃതി അതിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. എന്നാൽ അവർ ഒരു കഴിവ് കുറവുള്ള ആളല്ല. അവരുടെ ഒരു തുടക്കത്തിൻ്റെതായ അല്ലെങ്കിൽ അവർക്കിതിൽ ഈ ഒരു മേഖലയിൽ ഇങ്ങനെ കഴിവ് തെളിയിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കൺഫ്യൂഷൻസ് അവർക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അതും ഞാൻ പറയുന്നു, ആദ്യത്തെ 6-7 മിനിറ്റിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അത് ഞാൻ കണ്ടിട്ടില്ലാത്തപ്പോൾ പോലും എനിക്ക് കനി കുസൃതിയുടെ ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെ രസമായിട്ട് എഴുതി ഉണ്ടാക്കിയ ഒരു ക്യാരക്ടറിനെ മനോഹരമായിട്ട് അവർ ഡെലിവർ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓഫ് കോഴ്സ് ക്യാരക്ടേഴ്സും അവർ തമ്മിലുള്ള ഇമോഷൻസും, പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിലൊക്കെ അയ്യോ നമുക്കും തോന്നിപ്പോകുമല്ലോ പുല്ല് ഇത് വേണ്ടായിരുന്നത് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന പോലത്തെ ചില അനുഭവങ്ങൾ ചിലപ്പോൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമയിലെ ഫസ്റ്റ് ഹാഫിൽ പല രംഗങ്ങളും ഈ നെഞ്ചിലൊരു വെയിറ്റ് എടുത്ത് വെക്കുന്ന പോലെയൊക്കെ തോന്നിപ്പോകും. അത്രയും ഭീകരമായിട്ടുള്ള കുറച്ച് സിറ്റുവേഷൻസ് ആണ്. ആ സിറ്റുവേഷൻസ് കഴിഞ്ഞ് ഒരു സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇത് വളരെ പ്രെഡിക്റ്റബിൾ ആയി പോകുന്നുണ്ട്. അപ്പോഴാണ് ഈ ഒരു സ്ലോ ആവുന്ന പോലെ ഫീൽ ചെയ്തത്. നമുക്കറിയാം ഇത് ഇങ്ങനെയായിരിക്കും, പിന്നെ ഈ ക്യാരക്ടേഴ്സിൻ്റെ സ്വഭാവം വെച്ച് ഇത് ഇങ്ങനെയായിരിക്കും എൻഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ആ ഒരു പരിപാടിയൊക്കെ മനസ്സിലാവുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ ക്യാരക്ടേഴ്സും അവരുടെ ഇമോഷൻസും ഒക്കെ സിനിമയിൽ ഉടനീളം ഇങ്ങനെ വെതറിയിട്ടിരിക്കുന്നത് നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമുക്കൊക്കെ ഫീൽ ചെയ്യുന്ന രീതിയിലാണ്. പിന്നെ ഈ കഥയിലെ ഓരോ സംഭവങ്ങളും അവർ പ്ലേസ് ചെയ്യുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സീൻ പറയാം. ഇവർ വിൽപത്രം വായിക്കാൻ വേണ്ടിയിട്ട് ചെന്നിരിക്കുകയാണ്. ഇപ്പോൾ ദിലീഷ് പോത്തനുണ്ട്, കലാഭവൻ ഷാജോണുണ്ട്, വിജയരാഘവൻ്റെ അനിയനായിട്ടുള്ള ക്യാരക്ടറുണ്ട്, ജോജു പുള്ളിയുണ്ട്. അപ്പോൾ വക്കീൽ കസേരയിൽ നിന്ന് എണീക്കുന്നു, പോകുന്നു, ഈ വിൽപത്രം എടുക്കുന്നു, വരുന്നു, ഇരിക്കുന്നു, തുറക്കുന്നു, വായിച്ചു തുടങ്ങുന്നു. ഇത് മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് തോന്നുന്നു ഇതൊന്ന് അപ്പുറത്തേക്ക് പോയാലെന്ന്. കാര്യം ഈ ക്യാരക്ടേഴ്സ് അനുഭവിക്കുന്നത് അത് തന്നെയാണ്. ഒന്ന് വേഗം പറ ഔഷധത്തിൽ എന്താ ഉള്ളത് എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനമാണ്. അതിനെ അങ്ങനെ തന്നെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അവർക്ക് വേണമെങ്കിൽ പല എഡിറ്റിംഗ് ടെക്നിക്കുകളും ഉപയോഗിച്ചുകൊണ്ട് ആ സീനിനെ കുറച്ചും കൂടി ഷോർട്ടാക്കാമായിരുന്നു, അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങളെ കട്ട് ചെയ്ത് നേരെ ഒസ്യത്തിലേക്ക് പോകാമായിരുന്നു. പല പരിപാടികൾ അവിടെ ഉണ്ട്. പക്ഷേ ഈ ക്യാരക്ടേഴ്സ് അനുഭവിക്കുന്ന ആ ഒരു മാനസികാവസ്ഥയിലേക്ക് പ്രേക്ഷകനെ കടത്തിക്കൊണ്ട് പോകുക എന്ന് പറയുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ. നേരത്തെ ഞാൻ പറഞ്ഞ അമ്മ ഇമോഷൻ ആണെങ്കിലും ഈ സിനിമയിലെ വില്ലൻ എന്ന് പറയുന്നത്, ഇതിലാരാണ് വില്ലൻ എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ തന്നെ സിനിമ വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടെ സമ്പത്താണ് വില്ലനായിട്ട് വരുന്നത്. ആൻഡ് ഇതിൻ്റെ നെഗറ്റീവ്സിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യമാണ്, വളരെ പ്രെഡിക്റ്റബിളായി തീരുന്ന ഒരു സെക്കൻഡ് ഹാഫാണ് സിനിമയുടെ ഒരു വീക്ക് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഒരു നെഗറ്റീവ് പറയാനാണെങ്കിൽ അത് സിനിമയുടെ നെഗറ്റീവ് അല്ല, പ്രേക്ഷകൻ പ്രിപ്പയർഡായി പോകുക എന്നുള്ളതാണ്. ഈ സിനിമയും ഇതിലെ രംഗങ്ങളെയും ഇതിലെ ക്യാരക്ടേഴ്സിൻ്റെ ഉള്ളിൽ കൂടി പാസ് ചെയ്ത് പോകുന്ന ഇമോഷൻസിനെയൊക്കെ നമ്മൾ റീഡ് ചെയ്യാൻ തയ്യാറാവണം. ഇറ്റ്സ് നോട്ട് എ കണ്ണീർക്കായൽ കഥ പറച്ചിൽ, ഇറ്റ്സ് നോട്ട് എ ത്രില്ലിംഗ് അന്വേഷണം പരിപാടി, ഇറ്റ്സ് നോട്ട് ക്ലൈമാക്സിൽ വരുമ്പോഴുള്ള ഭയങ്കര ബ്രില്യൻറ്റ് ഒരു സാധനം കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള അങ്ങനത്തെ പരിപാടി, അങ്ങനെയൊന്നുമല്ല. വളരെ പ്ലെയിനായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കഥ, കുറച്ച് ആളുകളുടെ ജീവിതത്തിൽ സംഭവിച്ചൊരു കഥ, അതിൻ്റെ ആ ഒരു പേസിൽ പോവുകയാണ്. അതിനെ നമുക്ക് ഇമോഷണലി കണക്ട് ചെയ്യാനുള്ള കുറച്ച് എലമെൻറ്റുകളുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഒരു കൊമേഴ്ഷ്യലി ഹിറ്റാവുന്ന, അതായത് തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്നൊക്കെ മനസ്സ് തുള്ളിച്ചാടുന്ന അങ്ങനത്തെ ഒരു പാറ്റേണിലേക്ക് സിനിമ പോകുന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. അപ്പോൾ ആ സ്ലോ പേസ് എലമെൻറ്റിനെ എൻജോയ് ചെയ്യാനും കൂടി പറ്റണം നമ്മളിലെ പ്രേക്ഷകന് സിനിമ ഇഷ്ടപ്പെടണമെങ്കിൽ. പിന്നെ ഒരു പ്രധാന പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ഈ കുറ്റകൃത്യത്തിനെ ന്യായീകരിക്കൽ എന്ന് പറയുന്നൊരു കാര്യം. അത് പറയണമെങ്കിൽ ഇതിലെ സ്പോയിലർ എലമെൻറ്റിലേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. വളരെ പ്രശ്നമുള്ളൊരു കുറ്റം ഒരാൾ ചെയ്യുന്നു, ആ കുറ്റം ഇങ്ങനെ ആയതുകൊണ്ട് അതിൽ ഒരു കുറ്റബോധത്തിൻ്റെ എലമെൻ്റ് ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ അയാൾക്ക് ആ കുറ്റം ചെയ്യാൻ പാടുണ്ടോ എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. അതായത് ആ കുറ്റകൃത്യത്തിന് പല സിറ്റുവേഷൻസ് കൊണ്ട് നമുക്ക് ന്യായീകരിക്കാൻ തോന്നും, പക്ഷേ ആ ന്യായീകരിക്കൽ കൊണ്ട് ആ കുറ്റകൃത്യത്തിന് അങ്ങനെ ചെറുതായിട്ട് കാണാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സാമൂഹ്യ ജീവി കാഴ്ചപ്പാടിൽ നോക്കി കാണുമ്പോൾ അതിലൊരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സിനിമ OTT റിലീസൊക്കെ ആയതിനു ശേഷം നമുക്ക് ആ പ്രശ്നം എന്താണെന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് സംസാരിക്കാം. ഓവറോൾ എനിക്ക് നഷ്ടം തോന്നാത്ത ഒരു സിനിമ അനുഭവം, പക്ഷേ ഒരു വാവ് ഫാക്ടർ പടം കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് പോകുന്ന സാധനങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇനി ഇതിൻ്റെ ഒപ്പം ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്, നമ്മൾ പലപ്പോഴും ഈ ന്യൂജൻ പിള്ളേരെക്കുറിച്ച് അല്ലെങ്കിൽ ആൽഫ ജനറേഷനെ കുറിച്ചും അങ്ങനെ കുറേ കുറ്റപ്പെടുത്തലുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിനൊക്കെ മുമ്പുള്ളൊരു ജനറേഷൻ ഉണ്ടല്ലോ, കയ്യിൽ മൊബൈൽ ഫോൺ കൊണ്ടു നടക്കാനൊക്കെ അറിയാം, പക്ഷേ ഈ സാധനം ഒന്ന് സൈലൻ്റ് ആക്കി വെക്കാൻ അറിയില്ല. ഞാൻ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ 4 പാടും ഫോൺ അടിച്ചുകൊണ്ടിരിക്കുന്നു, മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഫോൺ എടുത്ത് ചെവിയിൽ വെച്ച് സംസാരിക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ആൾ എന്താണ് പറയുന്നത് നമുക്ക് ഇവിടെ ഇരുന്ന് കേൾക്കാൻ പറ്റുന്നു. അങ്ങനത്തെ കുറച്ച്
വൃത്തിയട്ടവന്മാർ തിയേറ്ററിലുണ്ടായിരുന്നു. എന്നെക്കാൾ പ്രായത്തിന് വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളാണ്. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല, മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഉപകാരത്തിന് നമ്മൾ കൊണ്ട് നടക്കുന്ന ഒരു വസ്തുവാണ്. അത് മറ്റുള്ളവന് ഉപദ്രവമാകാതെ നോക്കാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. നമ്മളൊരു പട്ടിയെ നമുക്കൊരു ഇഷ്ടത്തിൻ്റെ പേരിൽ നമ്മൾ ഒരു കയറൊക്കെ കെട്ടി വഴിയിൽ നടത്താനൊക്കെ കൊണ്ടുപോകായിരിക്കും. പക്ഷേ ആ പട്ടി മറ്റുള്ളവരുടെ മെക്കിട്ട് കയറാതെ നോക്കേണ്ട ഒരു ബാധ്യത കൂടി നമുക്കുണ്ട് എന്ന് പറയുന്ന പോലെ ഈ ഫോണിൻ്റെ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ആ തിയേറ്ററിലെ എല്ലാവരും ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആരും പ്രതികരിക്കുന്നതും കണ്ടില്ല. ഞാൻ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു, പക്ഷേ എന്ത് കാര്യം. അപ്പോൾ അത്രയാണ് സിനിമയെക്കുറിച്ചും സിനിമ കണ്ട എക്സ്പീരിയൻസിനെ കുറിച്ചും എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ അഭിപ്രായത്തിനോട് യോജിക്കണമെന്നൊന്നുമില്ല. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻറ്റ് ഒപ്പീനിയനാണ്. അപ്പോൾ ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.